Good morning, dear students. Today we are going to discuss about the Cases Act 1969. That is continuation from the last topic, and its first one is Consortium Lending Scheme. Consortium Lending Scheme, Section 2EB. Consortium means group. അതായത് കൺസോർഷ്യം ലെൻഡിങ് സ്കീമിൻ്റെ ഉദ്ദേശം ഇതാണ്: ഫിനാൻസിങ് എ ബിഗ് പ്രോജക്ട്സ്. അത് ഒരു ബാങ്കിന് തന്നെയായിട്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റീസിന് തന്നെയായിട്ട് ഒരു ബിഗ് പ്രോജക്റ്റിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഒറ്റയടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഹെവി എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ്, ഒരു കൂട്ടം ബാങ്കുകാർ കോപ്പറേറ്റീവ്ലി പ്രൊവൈഡ് ലോൺസ്. ഒരു കൂട്ടം ബാങ്കുകാർ ഒരുമിച്ച് ചേർന്ന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. ഇവിടെ കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ്, ഗവൺമെൻറ് ഗ്യാരൻറ്റിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടു സൊസൈറ്റീസിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പോസിബിൾ ആകും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ടായിരിക്കും. പിന്നെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബേസിലാണ് ഈ സ്കീം സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. അടുത്തത് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ഇതും സെക്ഷൻ 2ൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ EC. ഇത് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, അതായത് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്തത് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് കംപ്ലൈൻറ്റ്സ് ഒക്കെ നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ടോ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെയോ ഒക്കെ കംപ്ലൈൻറ്റ്സ് ചെല്ലുന്നത് ഓംബുഡ്സ്മാൻ്റെ അടുത്താണ്. ഇനി അപ്പോൾ അതാണ് പറയുന്നത് റിഡ്രസ് ഓഫ് കംപ്ലൈൻറ്റ്സ്, ദറ്റ് ഈസ് ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് ഓർ അതർ സർവീസസ് റെൻഡേർഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ്. അതായത് ബാങ്കിങ് സംബന്ധമായ എന്തെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ എന്തെങ്കിലും പരാധീനതകളുണ്ടെങ്കിൽ അത് നമ്മൾ കംപ്ലൈൻറ്റ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓംബുഡ്സ്മാൻ്റെ അടുത്താണ്. ഇനി അവിടെ അപ്പോയിൻറ്റ് 1 or 2 മോർ പേഴ്സൺസ് ആസ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോഴത്തേനും ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഓംബുഡ്സ്മാൻ്റെ പൊസിഷനിൽ ഉണ്ടായിരിക്കും. ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ, അതായത് മോർ ദാൻ 1 ഉണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നാണ് പറയുന്നത്. ആസ് ദി കേസ് മേ ബി ഷാൾ ബി 3 years ഓർ 61 years. ഇനി ഈ ഓംബുഡ്സ്മാൻ്റെ സർവീസിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷത്തേക്കായിരിക്കും അവരുടെ സർവീസ് ഓംബുഡ്സ്മാനായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ 61 വയസ്സ് വരെ. ഏതാണോ നേരത്തെ തീരുന്നത് അതനുസരിച്ചാണ് ഓംബുഡ്സ്മാൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സെക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓംബുഡ്സ്മാനെയാണ് അറിയിക്കുന്നത്. ഇനി ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരാളാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളാകാം. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്, അല്ലെങ്കിൽ 61 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി. നെക്സ്റ്റ് ഈസ് കേസസ് ആക്ട് 1969. ഇത് നിങ്ങൾ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് 3rd സെമസ്റ്റർ തൊട്ട് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇസ് അണ്ടർ സെക്ഷൻ 2ECCC. അതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഫസ്റ്റ് വൺ ഈസ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. ദാറ്റ് മീൻസ് membership is open to all regardless of race, religion, gender, etc. ആർക്ക് വേണമെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ജനാധിപത്യ ഭരണമാണ്. അതായത് മെമ്പേഴ്സിന് ആർക്ക് വേണമെങ്കിലും അവിടെ മെമ്പർഷിപ്പ് എടുക്കാം. അതിൽ നിന്ന് എലക്ഷൻ നടത്തി
എടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഡെമോക്രാറ്റിക് കൺട്രോളാണ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ controlled by their members itself, who actively participate in setting policies and making decisions. പോളിസി സെറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം അവിടെ പുറത്തുനിന്നല്ല, മെമ്പേഴ്സിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻസ്. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം, കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യമാണ്. അതായത് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വിറ്റബിളി ടു ക്യാപിറ്റൽ ഓഫ് ദെയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എല്ലാവരും ഒരേ എമൗണ്ടാണ് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആർക്കും പ്രത്യേകതയൊന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഡൊണേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓട്ടോണമസ് സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് കൺട്രോൾഡ് ബൈ ദ മെമ്പേഴ്സ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ടാണ് അതിന് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഒരു സൊസൈറ്റീസിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മറ്റൊരു സൊസൈറ്റീസിൽ നിന്നും അവർക്ക് ഫണ്ട് കിട്ടും. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ കുറവുള്ള സൊസൈറ്റീസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ടാണ് അതിനെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതായത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ മെമ്പേഴ്സ്, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, CEOs and employees help them to effectively contribute to the development of cooperatives. അതായത് കൃത്യമായിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മേഖലയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഡെവലപ്മെൻറ്റ്സിന് പോസിബിൾ ആകുന്നുണ്ട്. അതായത് എല്ലാവർക്കും, സാധാരണക്കാർക്ക് വരെ ഇവിടെ നിന്നും ഫണ്ട് അനുവദിച്ചു കിട്ടും. ചെറിയൊരു എമൗണ്ട് മെമ്പർഷിപ്പായിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് അവർക്ക് അതിനത്രയ്ക്കുള്ള ഡെവലപ്മെൻറ്റ്സിന് പോസിബിൾ ആകുന്നുണ്ട്. സൊസൈറ്റിയുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് പോസിബിൾ ആകുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ദാറ്റ് മീൻസ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ്സ് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കും. അതായത് വർക്കിംഗ് ടുഗദറാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കോപ്പറേറ്റീവ്സ് വർക്ക് ഫോർ ദ സബ്സ്റ്റാൻഷ്യബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദർ കമ്മ്യൂണിറ്റീസ്. അതായത് കമ്മ്യൂണിറ്റിയുടെ തന്നെ, അതായത് ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയോട് തന്നെ ഒരു ബന്ധം, അതായത് നല്ലൊരു ബന്ധം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂയിങ് സെക്ഷൻ 2, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. സെക്ഷൻ 2E(D), അൺകോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 80B. ഇതിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ CSEB ആണ് നമ്മൾ റിട്ടേൺ എക്സാമിനേഷൻ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്കുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് CSEB ആണ്. ഇനി അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡ്യൂട്ടി, ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ട സൂപ്പർവിഷന്, വാലുവേഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഡ്യൂട്ടിയാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്. വേക്കൻസീസ് കണ്ടുപിടിക്കുക, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, വാലുവേഷന്, അതെല്ലാം ചെയ്യുന്നത് CSEB ആണ്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. നെക്സ്റ്റ് ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 2F. Cooperative society means cooperative society registered or deemed to be registered under KCS Act 1969. Next is cooperative society with limited liability. This is under section 2G. Here liability is limited to the unpaid amount of shares and the amount agreed to contribute. This happens at the time of winding up of the cooperative societies. ഇവിടെ ലൈബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് പർച്ചേസ് ചെയ്ത് ബാലൻസ് എമൗണ്ട് എത്രയാണോ മിച്ചം പേ ചെയ്യാൻ കിടക്കുന്നത് അതാണ് അവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത്. അത് ഒരു ലൈബിലിറ്റി.
നെക്സ്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എഗ്രീഡ് എമൗണ്ട് ടു കോൺട്രിബ്യൂട്ട്, അതായത് അറ്റ് ദി ടൈം ഓഫ് ഫൈൻഡിങ് അപ്പ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ H. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, അതായത് ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എനി ഡെഫിസിറ്റ്. അതായത് അവിടെ എത്രത്തോളം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ടോ അത്രയും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കും. ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉണ്ടായിരിക്കും. അതേസമയം ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ അൺപെയ്ഡ് എമൗണ്ട് മാത്രം അടച്ചാൽ മതി. ഇവിടെ അങ്ങനെയല്ല. അതുപോലെ തന്നെ എഗ്രീഡ് എമൗണ്ട്, അതായത് മെമ്പർഷിപ്പിൻ്റെ സമയത്ത് എത്രയാണോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്ന സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഏറ്റിരുന്ന അത്ര എമൗണ്ട് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എത്രത്തോളം ഡെഫിഷ്യൻസി ഉണ്ടോ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യണോ അത്രയും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ടുഡേയ്സ് assignment is list out the cases acts you have studied. Thank you.